കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ വാസ്കുലൈറ്റിസ് എന്താണെന്ന് പറയണം. എന്താണ് ഈ വാസ്കുലൈറ്റിസ്? പലപ്പോഴും 99% ആളുകളും ഒരിക്കലും കേൾക്കാത്തൊരു പേരാണ് ഈ വാസ്കുലൈറ്റിസ്. പക്ഷേ എല്ലാവരും വാസ്കുലാർ എന്ന് കേട്ട് കാണും. വാസ്കുലാർ സർജൻ. എന്താണ് വാസ്കുലാർ? രക്തക്കുഴലിനെ സൂചിപ്പിക്കുന്ന ഒരു ടെർമിനോളജി, ഒരു പദമാണ് വാസ്കുലാർ എന്ന് പറയുന്നത്. അപ്പം ഈ രക്തക്കുഴലിലുണ്ടാകുന്ന നീർവീഴ്ചയെ സൂചിപ്പിക്കുന്ന പദമാണ് ഈ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുവരെ നമ്മൾ ചെയ്യാതെ, പലരും റിക്വസ്റ്റ് ചെയ്തെങ്കിൽ ഞാൻ ചെയ്യാതിരുന്നതിന് കാരണം ഈ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിൽ തന്നെ ഒരു 10-20 വെറൈറ്റി അസുഖങ്ങളുണ്ട്. 20ഓളം വെറൈറ്റി അസുഖങ്ങൾ വാസ്കുലൈറ്റിസിൽ പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വാസ്കുലൈറ്റിസ്? സിമ്പിളായിട്ട് പറയാം, രക്തക്കുഴലിൽ നീർവീഴ്ച വരുന്നതാണ്. നമുക്കറിയാം രക്തക്കുഴൽ എന്നാൽ രക്തധമനി, നമുക്കറിയാം രക്തം ഒഴുകിപ്പോകുന്ന ധമനിയാണ്, രക്തം ക്യാരി ചെയ്യുന്ന ധമനികൾ അല്ലെ കുഴലുകളെയാണ് രക്തധമനി എന്ന് വിളിക്കുന്നത്. ഈ രക്തധമനിയാണ് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ജീവവായു അഥവാ പ്രാണവായു അല്ലെ ഓക്സിജൻ എത്തിക്കുന്നത്. അപ്പോൾ ഈ രക്തക്കുഴൽ നീർവീഴ്ച വരുമ്പോൾ എന്ത് പറ്റും? 1, അവിടെ വേദനയുണ്ടാകും. 2, അവിടെ രക്തക്കുഴലിന് അടപ്പ് സംഭവിച്ച് അവിടെ ആ കോശങ്ങൾ മരിക്കാനും ഇടവരും. അപ്പോൾ രക്തക്കുഴൽ എവിടെയൊക്കെ ഉണ്ട്? നമ്മുടെ തല തൊട്ട് കാല് വരെയുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള എവിടെ രക്തക്കുഴലിന് നീർവീഴ്ച വന്നാലും അത് വാസ്കുലൈറ്റിസ് ആണ്. ചിലർക്കത് ബാധിക്കുക ബ്രെയിനിനെ ആയിരിക്കാം, ചിലർക്കത് ബാധിക്കുക കാലിനെ ആയിരിക്കാം, ചിലർക്കത് ബാധിക്കുക ഹൃദയത്തെ ആയിരിക്കും, ചിലർക്കത് ബാധിക്കുക ലങ്സിനെ ആയിരിക്കും. അപ്പോൾ രക്തക്കുഴൽ നീർവീഴ്ച ഉണ്ടാകുന്നതാണ് ആദ്യത്തെ ഇതിൻ്റെ ഫേസ്. രക്തക്കുഴൽ നീർവീഴ്ച വരുമ്പോൾ എന്ത് പറ്റും? രക്തം പതുക്കെ പൊടിയായിട്ട് പുറത്ത് വരും. അതിനെയാണ് പെറ്റിക്കെ പർപ്യൂറ എന്നൊക്കെ പറയുന്നത്. സ്കിന്നിൽ ചെറിയ ചുമന്ന കുത്തുകളായിട്ട് ഇവർക്ക് വരാം. അത് കൂടാതെ കണ്ണുകളിൽ ചുമപ്പ് വരാം. സ്ക്ലീറൈറ്റിസ്, എപ്പിസ്ക്ലീറൈറ്റിസ് എന്ന് പറയും. കണ്ണിലെ രക്തക്കുഴലുണ്ടല്ലോ, അതിൽ നീർക്കെട്ട് വന്ന് എപ്പിസ്ക്ലീറൈറ്റിസ് വരാം, സ്ക്ലീറൈറ്റിസ് വരാം. അപ്പോൾ കണ്ണിൽ ചുമപ്പ് വരാം, കാലിൽ ചുമന്ന കുത്തുകൾ വരാം. അത് കൂടാതെ ഏതൊക്കെ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കുക? അതാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചറസ്. തല തൊട്ട് കാല് വരെയുള്ള ഏത് അവയവത്തെയും ഇത് ബാധിക്കാം. 1, തലയിലുണ്ടാകുന്ന നമുക്കറിയാം സ്ട്രോക്ക് പോലെ ഇത് വരാം, അതായത് പക്ഷാഘാതമായിട്ട് വരാം. 99% പക്ഷാഘാതങ്ങളും വാസ്കുലൈറ്റിസ് അല്ല കേട്ടോ. അത് പ്രായമായിട്ടുണ്ടാകുന്ന അതെറോസ്ക്ലറോസിസ് പോലെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, നമുക്കറിയാം. കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന സ്ട്രോക്ക് വാസ്കുലൈറ്റിസ് അല്ല. പക്ഷേ ചില ഒരു സ്ട്രോക്കിൻ്റെ ടോട്ടൽ എണ്ണം എടുക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം സ്ട്രോക്ക് വാസ്കുലൈറ്റിസ് കൊണ്ടും ഉണ്ടാകും. രക്തക്കുഴൽ അടപ്പുണ്ടാകും, രക്തക്കുഴൽ നീർവീഴ്ച ഉണ്ടാകും, വിട്ടുമാറാത്ത തലവേദന വരാം, അത് ജയന്റ് സെൽ ആർട്ടറൈറ്റിസ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ താഴത്തോട്ട് വരികയാണെങ്കിൽ വായിൽ പുണ്ണായിട്ട് വരാം, മൂക്കിൽ സൈനസൈറ്റിസ് ആയിട്ട് വരാം, മൂക്കിലും നാക്കിലും ഇവിടെ നമ്മുടെ സൈനസിലെ ബാധിക്കുന്ന സൈനസൈറ്റിസ് ആയിട്ട് വരാം, ലങ്സിൽ നീർക്കെട്ട് വരാം, ഹാർട്ടിനെ ബാധിക്കാം, കിഡ്നിയിൽ ബാധിച്ച് കിഡ്നി ഫെയിലാകാം, അതുപോലെ സിവിയർ വയറുവേദന വന്ന നമ്മുടെ ഗട്ടിനെ ബാധിക്കാം. അങ്ങനെ തല തൊട്ട് കാല് വരെ ബാധിക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു കൂട്ടായ പേരാണ് ഈ വാസ്കുലൈറ്റിസ്. അപ്പോൾ എങ്ങനെയാണ് വാസ്കുലൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്? ഒന്ന്, ഈ സിംറ്റംസ് പറയും. രോഗി പല അവയവങ്ങളെ ബാധിക്കുന്ന സിംറ്റംസ് കാണും. ചിലപ്പോൾ ചുവന്ന കുത്തായിരിക്കും, ചിലപ്പോൾ കൈകാലിൽ പെരുപ്പായിരിക്കും, ഞരമ്പുകളെ ബാധിക്കും, നെർവ്സിനെ ബാധിക്കും, കൈകാലുകളിൽ പെരുപ്പായിരിക്കാം, ചിലർ കണ്ണുകളിൽ ചുവപ്പായിരിക്കും, ചിലർക്ക് ശ്വാസം മുട്ടലായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള സിംറ്റവും ഇവർക്ക് വരാം. അതുകൂടാതെ ചെറിയ രീതിയിൽ പനി കാണും. ഇവർക്ക് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ESR കൂടുതലായിരിക്കും. ESR CRP വാസ്കുലൈറ്റിസ് ഉള്ളവർക്ക് യൂഷ്വലി കൂടുതലായിരിക്കും. കിഡ്നിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും യൂറിനിൽ പ്രോട്ടീൻ കാണും, അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് കഴിയുമ്പോൾ അതിൽ പത കാണും. ഇവർക്ക് പനിയും വിട്ട് പറയാതിരിക്കുന്ന പനിയും വരാം. അപ്പോൾ ആദ്യം വാസ്കുലൈറ്റിസ് ഉണ്ടോ നമ്മൾ കൺഫേം ചെയ്യും. അത് വാസ്കുലൈറ്റിസ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുന്നതിനുള്ളത് സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ഡയഗ്നോസിസ് മെത്തേഡ് ഒരു ബയോപ്സി ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ബയോപ്സിയിൽ വ്യക്തമായിട്ട് നമുക്ക് വാസ്കുലൈറ്റിസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അതുകൂടാതെ ഏത് അവയവങ്ങളെയാണോ ബാധിച്ചിരുന്നത് ആ അവയവങ്ങളെ സ്കാൻ ചെയ്ത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. എത്രമാത്രം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ഇതിൽ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സാ രീതികൾ തന്നെ ഓരോ വാസ്കുലൈറ്റിസിനും ഓരോ തരത്തിലാണ്. ഇപ്പോൾ ചില വാസ്കുലൈറ്റിസ് ആണെങ്കിൽ കുറച്ച് കട്ടിപ്പേരാണ്, നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്ന പോലെ കട്ടിപ്പേരാണ്, വെജിനസ് ഗ്രാനുലോമറ്റോസിസ്. അത് എന്താ ചെയ്യുന്നത്? അത് ലങ്സിനെയും കിഡ്നിയെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചില്ലെങ്കിൽ ആൾ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണ്ട് കാലത്തൊക്കെ വിചാരിച്ചത് ഇതൊക്കെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലുമല്ല. കേരളത്തിൽ നമ്മുടെ തന്നെ വാസ്കുലൈറ്റിസ് ക്ലിനിക്കിൽ ഇപ്പോൾ 250-300ഓളം പേഷ്യൻസ് ഉണ്ട്. ഇത് കോമൺ ആയിട്ട് കേരളത്തിൽ ഉള്ളൊരു രോഗമാണ്. നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ടെസ്റ്റുകളൊക്കെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കേരളത്തിൽ കൂടുതൽ അസുഖങ്ങളുള്ളതായിട്ട് ആളുകൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഈ വാസ്കുലൈറ്റിസ് ഉണ്ട്. എസ്പെഷ്യലി വെജിനസ് ഒക്കെ പണ്ട് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഇപ്പോൾ കൂടുതൽ കേസുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. കാരണം അത് ടെസ്റ്റ് ചെയ്യാനുള്ള അങ്ക പോലെയുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ കേരളത്തിൽ 5-8 വർഷമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വെജിനസ് ഗ്രാനുലോമറ്റോസിസ് പറഞ്ഞു വന്നതാണ്. വെജിനസ് ഗ്രാനുലോമറ്റോസിസ് എന്ന് പറയുന്ന അസുഖം നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിന് കാരണമാകും. വളരെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇവരെ വളരെ നന്നായിട്ട് നമ്മൾ ഇവരെ ട്രീറ്റ് ചെയ്യണം.
പക്ഷേ മറ്റ് റുമറ്റോളജിക്കൽ അസുഖങ്ങളെക്കാളും വാസ്കുലൈറ്റിസിന് ഒരു എമർജൻസി ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു രക്തക്കുഴലിനെ ബാധിക്കുന്നത് കൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, അസുഖം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവിടുത്തെ കോശങ്ങൾ പൂർണ്ണമായിട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും പെട്ടെന്ന് വാസ്കുലൈറ്റിസ് ഉണ്ടെങ്കിൽ ഡയഗ്നോസ് കൺഫേം ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യണം. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ട്രീറ്റ്മെൻറ്റ് ആണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് അസുഖമാണ്, അതിൻ്റെ തീവ്രത എത്രയുണ്ട്, ഏതൊക്കെ അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് വാസ്കുലൈറ്റിസിനെ കുറിച്ച് പറയാനുള്ളത്.